സംഭരണത്തിൽ സംസ്ഥാന സർക്കാർ പ്രോത്സാഹന വില കുറച്ചിരിക്കുന്നു. പ്രോത്സാഹന വില 5 രൂപ 20 പൈസയാക്കിയാണ് കുറച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം സംസ്ഥാന സർക്കാർ നൽകിയത് 6 രൂപ 37 പൈസയാണ്. കേന്ദ്രം നെല്ലിന്റെ താങ്ങുവില 23 രൂപ ആക്കിയപ്പോഴാണ് സംസ്ഥാനം പ്രോത്സാഹന വില കുറച്ചിരിക്കുന്നത്. പ്രസാദ് ഉടുമ്പശ്ശേരി പാലക്കാട് നിന്ന് ചേരുന്നു. പ്രസാദ്, എന്താണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ? ലക്ഷ്മി, കർഷകരുടെ ആശങ്ക ശരിവെക്കുന്ന തരത്തിലാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ നടപടി സ്വീകരിച്ചിട്ടുള്ളത്. കഴിഞ്ഞ തവണ, അതായത് കഴിഞ്ഞ സീസണിൽ സംസ്ഥാന സർക്കാർ നൽകിയിരുന്ന നെൽകർഷകർക്ക് നൽകിയിരുന്ന പ്രോത്സാഹന വില എന്ന് പറയുന്നത് കിലോയ്ക്ക് 6 രൂപ 37 പൈസയായിരുന്നു. അതിപ്പോൾ കുറച്ച് 5 രൂപ 20 പൈസയാക്കിയിട്ടുണ്ട്. 28 രൂപ 20 പൈസയ്ക്കാണ് സപ്ലൈകോ നെല്ല് സംഭരിക്കുന്നത്. ഓരോ തവണയും കേന്ദ്ര സർക്കാർ നെല്ലിന്റെ താങ്ങുവില വർദ്ധിപ്പിക്കാറുണ്ട്. കഴിഞ്ഞ തവണ 21 രൂപ 83 പൈസയിൽ നിന്ന് 1 രൂപ 17 പൈസ വർദ്ധിപ്പിച്ച് 23 രൂപ കേന്ദ്രം താങ്ങുവിലയാക്കിയപ്പോൾ സംസ്ഥാന സർക്കാർ 1 രൂപ 17, കേന്ദ്രം എത്രയാണോ വർദ്ധിപ്പിച്ചത് അത്രയും തുക സംസ്ഥാന വിഹിതം കുറച്ചു എന്നുള്ളതാണ്. കർഷകർക്ക് ഈ വിഷയത്തിൽ വലിയ പ്രതിഷേധമാണ് ഉള്ളത്. അവർ നേരത്തെ തന്നെ കഴിഞ്ഞ 3 വർഷമായി സംസ്ഥാന സർക്കാർ നൽകിയിട്ടുള്ള പ്രോത്സാഹന വില വരുന്നു എന്നുള്ളതാണ് കർഷകരുടെ ഒരു പ്രധാനപ്പെട്ട പരാതി. 2021-22 വർഷത്തിൽ 19 രൂപ 40 പൈസയായിരുന്നു കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ള സംസ്ഥാന സർക്കാരിന് കർഷകർക്ക് നെല്ല് സംഭരിക്കാൻ വേണ്ടി 1 കിലോയ്ക്ക് നൽകിയതെങ്കിൽ അത് ഇത്തവണ 23 രൂപയാക്കി കേന്ദ്ര സർക്കാർ അത് വർദ്ധിപ്പിച്ചു. ഓരോ ഘട്ടത്തിലും വർദ്ധിപ്പിച്ചു. പക്ഷേ സംസ്ഥാന സർക്കാർ 2021-ൽ 8 രൂപ 60 പൈസയാണ് ആക്കിയതെങ്കിൽ ഇത്തവണ അത് 5 രൂപ 20 പൈസയാക്കി കുറച്ചു എന്നുള്ളതാണ്. ഓരോ തവണയും കേന്ദ്ര സർക്കാർ താങ്ങുവില വർദ്ധിപ്പിക്കുമ്പോൾ സംസ്ഥാന സർക്കാർ അതിന്റെ പ്രോത്സാഹന വില കുറച്ചുകൊണ്ടുവരുന്നു എന്നുള്ളതാണ് കർഷകരുടെ ഒരു പ്രതിഷേധത്തിന് കാരണം. പ്രസാദ്, കർഷകരുടെ തലയ്ക്കടിക്കുന്ന തീരുമാനമാണ്. കർഷകരുടെ ആശങ്കകൾ, ആരോപണങ്ങൾ അത് പൂർണ്ണമായും ശരിവെക്കുന്ന നടപടി സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. എന്ത് ന്യായവാദമാണ് സർക്കാരിന് പറയാനുള്ളത് ഈ വിഷയത്തിൽ? സംസ്ഥാന സർക്കാർ പറയുന്ന ഒരു വാദം എന്ന് പറയുന്നത് 28 രൂപ 20 പൈസയാക്കി നെല്ലിന്റെ സംഭരണ വില നിശ്ചയിച്ചിട്ടുണ്ട്. ആ 28 രൂപ 20 പൈസ എന്നതിന് വേണ്ടിയുള്ള തുക മാത്രമാണ് സംസ്ഥാന സർക്കാർ നൽകുക എന്നുള്ളതാണ്. അതായത് കേന്ദ്ര സർക്കാർ എത്ര വർദ്ധിപ്പിച്ചാലും സംസ്ഥാനത്ത് നെൽകർഷകർക്ക് അത് 28 രൂപ 20 പൈസയാക്കി മാത്രമേ നൽകാൻ കഴിയുള്ളൂ. അതാണ് സംസ്ഥാന സർക്കാരിന്റെ ഒരു വാദം. എന്നാൽ കർഷകർ പറയുന്നത് ഇത് നെൽകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ നേരത്തെ 8 രൂപ 60 പൈസ ആക്കി എങ്കിൽ 2021-ൽ 8 രൂപ 80 പൈസയായിരുന്നു. പിന്നീട് ഓരോ ഘട്ടത്തിലും കുറച്ചു വരികയാണ്. ഓരോ വർഷവും 8 രൂപ 80 പൈസ, അടുത്ത വർഷം അത് 8 രൂപ 60 പിന്നീട് 7 രൂപ 80 6.37, ഇപ്പോൾ 5 രൂപ 20 പൈസ. അങ്ങനെ ഓരോ ഘട്ടത്തിലും സംസ്ഥാന സർക്കാർ അതിന്റെ പ്രോത്സാഹന വില കുറച്ചുകൊണ്ട് വരുന്നു. കേന്ദ്ര സർക്കാർ ആണെങ്കിൽ 2021-ൽ 18 രൂപ 68 പൈസയാണെങ്കിൽ ഓരോ ഘട്ടത്തിലും വർദ്ധിപ്പിച്ചു വരികയുന്നു. 18 രൂപ 68 പൈസ 19.40 20.40 21.83. കഴിഞ്ഞ വർഷം 21 രൂപ 83 പൈസയായിരുന്നു കേന്ദ്ര സർക്കാർ നെൽകർഷകർക്ക് കൊടുത്തിരുന്നത്. അതിപ്പോൾ 23 രൂപയാക്കി. അപ്പോൾ സംസ്ഥാന സർക്കാർ ഓരോ ഘട്ടത്തിൽ കുറച്ചുകൊണ്ട് വരുന്നു. കേന്ദ്ര സർക്കാർ താങ്ങുവില വർദ്ധിപ്പിക്കുന്നു. ഈ ഒരു ഘട്ടത്തിൽ കർഷകർക്ക് പറയാനുള്ളത്, സംസ്ഥാന സർക്കാർ ആദ്യം നൽകിയിരുന്ന 2021-ൽ നൽകിയിരുന്ന 8 രൂപ 80 പൈസ ഉണ്ടായിരുന്നെങ്കിൽ അവർക്കിന്ന് 32 രൂപയോളം ഈ നെല്ലിന്റെ താങ്ങുവില കിട്ടുമായിരുന്നു. നിലവിലെ കാർഷിക ചെലവ് കണക്കാക്കി 35 രൂപയെങ്കിലും താങ്ങുവില ആക്കണമെന്നുള്ളതാണ് കർഷക സംഘടനകൾ. അതിൽ രാഷ്ട്രീയ വ്യത്യാസമില്ല. LDF-ന്റെ ഒപ്പം നിൽക്കുന്നതാണെങ്കിലും UDF-ന്റെ ഒപ്പം നിൽക്കുന്നതാണെങ്കിലും BJP-യുടെ ഒപ്പം നിൽക്കുന്ന കർഷക സംഘടനകളാണെങ്കിലും ഒരേ കാര്യമാണ് ആവശ്യപ്പെടുന്നത്, അതിന്റെ താങ്ങുവില വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ്. പക്ഷേ ഇത്തവണയും ഈ നെല്ലിന്റെ താങ്ങുവില പ്രോത്സാഹന വില സംസ്ഥാന സർക്കാർ നൽകുന്ന പ്രോത്സാഹന വില കുറച്ചു എന്നുള്ളതാണ്. ഇത് കർഷകരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിഷേധം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ സംസ്ഥാന സർക്കാർ പറയുന്ന മറ്റൊരു ന്യായം എന്ന് പറയുന്നത്, കേരളത്തിൽ മാത്രമാണ് ഇങ്ങനെ കേന്ദ്ര സർക്കാർ നൽകുന്ന താങ്ങുവിലയ്ക്കൊപ്പം അധികവില നൽകുന്നത് കേരളത്തിൽ മാത്രമാണുള്ളത്. മറ്റൊരു സംസ്ഥാനത്തും ഇത്തരത്തിൽ അധികമായി താങ്ങുവില നൽകുന്നില്ല, അതായത് പ്രോത്സാഹന വില നൽകുന്നില്ല എന്നുള്ള ന്യായീകരണമാണ് സംസ്ഥാന സർക്കാർ നൽകുന്നത്. പക്ഷെ കർഷകർ പറയുന്നത് കേരളത്തിന്റെ കാർഷിക ചെലവ് എന്ന് പറയുന്നത് മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ പ്രോത്സാഹന വില കുറയ്ക്കരുത് എന്നുള്ളതാണ്. സംസ്ഥാന സർക്കാരിന്റെ ന്യായവാദങ്ങളൊന്നും തന്നെ കഷ്ടപ്പെടുന്ന, ദുരിതമനുഭവിക്കുന്ന കർഷകർക്ക് മുന്നിൽ ചെലവാകില്ല എന്നുള്ളതാണ് വസ്തുത. പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് പാലക്കാട് നിന്നും വിശദാംശങ്ങൾ പങ്കുവച്ചത്.